Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി നാടൻ ഭക്ഷണമേ അല്ല. ഇന്നും ഒരു കാര്യം ചെയ്യാം. കുറച്ച് പിള്ളേരെ ഒരു ഇച്ചിരി സ്നേഹം കൂടുതലുള്ള ഒരു അമ്മ ആയതുകൊണ്ടാണ് ഈ ആഴ്ചയാണെങ്കിൽ കുറേ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്തു വെച്ചു. അതായത് പുതിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഇടയിലൊക്കെ ആയിട്ട് കണ്ടില്ലേ, പിസ്സയും ബർഗറും അങ്ങനെ ഒന്നും പിള്ളേർക്ക് മേടിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അമ്മമാരെന്നാ ചെയ്യണം, അവർക്കിതൊന്നും മേടിച്ച് കൊടുക്കരുത്. വെളിയിൽ നിന്ന് മേടിക്കുന്ന ഏതൊരു ഭക്ഷണമാന്നേലും ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷെ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കാൻ ഒക്കുവാന്നേൽ അത്രയും സ്വാദോടെ കൂടെ നമ്മൾ അത്രയും ഹൈജീനായിട്ടും ഒക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അവിടെ ഇന്ന് പിള്ളേരെ ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാന്നറിയോ, ഒരു ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് കഴിക്കുന്ന പിസ്സ ഒക്കെ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട്, ബർഗർ വെറൈറ്റീസ് ഉണ്ട്. അതിൽ നിന്നും ഒരു വെറൈറ്റിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സിംഗർ ബർഗർ എന്ന് കേട്ടിട്ടില്ലേ? അത് പറയുന്ന പോലെ നമ്മൾ ഇന്നിവിടെ ചിക്കൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇച്ചിരി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ചെയ്യാനൊക്കത്തുള്ളേ. അതുകൊണ്ട് ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം, പിന്നെ ഒരു ബാറ്റർ ഉണ്ടാക്കണം, പിന്നെ ആണെങ്കിൽ അത് മുക്കി വറുക്കാനായിട്ട് ഒരു അതായത് ഒരു മൈദ ബേസ് ഉണ്ടാക്കണം. അപ്പോൾ 3 സ്റ്റെപ്പാണ്. ആദ്യം ഒരു കാര്യം ചെയ്യണം, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുക. അതിന് വേണ്ടിയ സാധനങ്ങൾ നമ്പർ 1 സ്റ്റെപ്പ് 1 നമ്പർ 1 എന്ന് പറഞ്ഞുള്ളത് വേണ്ടിയതാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അതിനെ ഞാൻ ലെങ്ത് വൈസ് കട്ട് ചെയ്തേക്കുക. വേണ്ടേ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്യണം. പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണേ. ഇത് ചില്ലി സോസാന്നു. ഒത്തിരി എരിവുള്ളത് എടുത്തിട്ടില്ല, സാധാ ചില്ലി സോസാ. ഇച്ചിരി എരിവ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടു. പിന്നെ ഉള്ളത് കുരുമുളക് പൊടിയാണ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ടിയത് കുറച്ച് നമ്മുടെ സാധാ മുളക് പൊടി. എരിവ് വേണം എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന എപ്പോഴും കാശ്മീരി മുളകാണ്. പിന്നെ കുറച്ച് മസ്റ്റർഡ് പേസ്റ്റ് ആണ്. ഇത് മസ്റ്റർഡ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കടുക് അരച്ചതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കടുക് അരച്ചേച്ച് ഈ ടേസ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി പ്രയാസമാണ്. കാര്യം എന്നാന്നോ, കടുകിൻ്റെ ആ തൊലിയൊക്കെ പോയേ ചരയുന്നതായത്. അന്നേരം ചിലപ്പോൾ ഒരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ പൊടിയും കിട്ടും, അല്ലാതെ പേസ്റ്റായിട്ടും കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. അതിന് ഇച്ചിരി കൂടി സ്വാദ്. ഇത്രയുമാണ് ഐറ്റം നമ്പർ 1 ആയിട്ട് എഴുതാനുള്ളത്. ഇനി ഐറ്റം നമ്പർ 2 ആയിട്ട് എഴുതാനുള്ളത് കുറച്ച് നമ്മുടെ പശുവും പാൽ. പിന്നെ വേണ്ടിയത് ഇതേ കൂട്ട് തന്നെ കുറച്ച് മൈദ, പിന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ ഒരു ഇച്ചിരി ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ സോഡാപ്പൊടി ഏതായാലും മതി. ഇത് ഐറ്റം നമ്പർ 2 ആയിട്ട് എഴുതി വെക്കണം. ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു. ഇനി തേർഡ് ആണേ. കുറച്ച് മൈദ വേണം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയായത്. വെളുത്തുള്ളിയുടെ പൊടി ഇല്ലേൽ എന്നാ ചെയ്യും എന്ന് ചോദിച്ചാൽ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് വേണേൽ കുറച്ച് ബ്രെഡ് ക്രംസും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തേച്ചാലും മതി. അതേ പറ്റത്തുള്ളൂ. അല്ലാതെ വെളുത്തുള്ളി പൊടി ഇല്ലാതെ മൈദയ്ക്കകത്തിട്ട് നമ്മൾ അടിക്കുവാണെങ്കിൽ ഒക്കുവാന്നേലും അടിച്ചോ, ഇച്ചിരി വെറ്റായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ചിക്കൻ ഒന്ന് മുക്കാനും വേണ്ടിയിട്ട് ഉള്ളൊരു ഇത് വേണേ. ഒത്തിരി വെറ്റായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇനി ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ആദ്യം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതായത് ഐറ്റം നമ്പർ 1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആ ഫുൾ ഐറ്റം എടുത്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ആദ്യം ഈ ചിക്കൻ അങ്ങ് ഇടുക. പിന്നെ ആന്നേൽ ഒരു ടീസ്പൂൺ കണക്കാക്കി വിനീഗർ, 2 ടീസ്പൂൺ വിനീഗർ ഇട്ടേക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നിറച്ച് വേണേ. ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ നിറച്ചിട്ടു. പിന്നെ വേണ്ടിയത് ചില്ലി സോസ്. ഇത് കുറച്ച് എരിവുള്ളതാ ഏറ്റവും നല്ല. ഇതിപ്പോൾ എരിവ് അത്രയും ഇല്ല. വേണം എന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടു. അതായത് വറ്റൽ മുളക് ചതച്ചത്, കാശ്മീരി അല്ല,
സാദാ വറ്റൽമുളക്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. പിന്നെ കുറച്ച് ഉപ്പ്. സോസിനകത്ത് ഉപ്പുള്ളതാ, അതുകൊണ്ട് നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കുമ്പോഴത്തേന് ഇച്ചിരി ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മുടെ മുളക് പൊടി, അതൊരിച്ചിരി നിറമൊക്കെ കിട്ടാനായിട്ടാണ്. എരിവ് എപ്പോഴും ബാലൻസ് ചെയ്തോണം. റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടുമ്പോഴത്തേന് പിന്നെ അന്നേ കൂടി പോരുത്. പിന്നെ കുറച്ച് മസ്റ്റർഡ് പേസ്റ്റ്, അതൊരു 1.5 ടീസ്പൂൺ ഇട്ടു. ഇത്രയും ഇട്ടേച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കുഴച്ച് വെക്കണം. ഇത് ആദ്യം ഇതിവിടെ ഇങ്ങനെ പെരട്ടി വെച്ചേക്കാം. ഫസ്റ്റ് ഇതങ്ങ് പെരട്ടി വെച്ചേച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. കാര്യം ഇറച്ചിയിലൊന്നും എല്ലാം പിടിക്കാനുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ബാറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങളാണ് നെക്സ്റ്റ്. ആദ്യം നമുക്ക് ഇതെല്ലാം മൈദ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയോ, നമുക്കൊരു ബൈൻഡിങ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ഗോതമ്പ് പൊടിയിലും നോക്കും, കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ മസ്റ്റൊന്നും അല്ല. കുറച്ച് നമ്മുടെ ആട്ടയില്ലേ, ആ തനി ഗോതമ്പ് അല്ലാതെ ആട്ടയിൽ ഉണ്ടാക്കിയാലും മതി, നല്ല ടേസ്റ്റാണ്. പക്ഷെ മൈദയുടെ അത്രത്തോളം വരുവേല, ആ ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഇച്ചിരി കോൺഫ്ലവർ ചേർക്കുന്നതിനകത്തിനാണെന്നറിയാം, ഒരു ഇച്ചിരി ക്രിസ്പിനെസ് കിട്ടാനാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുക. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, അന്നേച്ച് ഒരു ഇച്ചിരി ഉപ്പ്, ഐറ്റം നമ്പർ 2 എന്ന് പറയുന്നതിനകത്ത് 2 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഒന്ന് സോസ്, ഹോട്ട് സോസാണ് വേണ്ടിയത്, അതായത് നല്ല എരിവുള്ള സോസാണ് വേണ്ടിയത്. എരിവ് നമ്മുടെ ഇഷ്ടം പോലെയാ. ഇത് മീഡിയമേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു എന്നാ പറയുക, 1 ടീസ്പൂണോളം അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇടുക. അന്നേച്ച് നല്ലതായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഒന്ന് മിക്സ് ആയതിന് ശേഷം പാലൊഴിച്ച്, ചെറിയ ചൂട് പാലൊഴിച്ച്, ചെറിയല്ല ഒട്ടും നമ്മൾ തിളപ്പിച്ചേ ചാറിയിരിക്കുന്ന പാലില്ലേ അതാ ഒഴിക്കേണ്ടത്. അന്നേച്ച് ഒട്ടും കട്ടയില്ലാതെ കലക്കണം. മനസ്സിലായില്ലേ, നമ്മൾ സ്പൂണും ഒക്കെ ആയിട്ട് ഇളക്കാൻ നിന്നാൽ ഒക്കത്തില്ല. നമുക്ക് തൃപ്തി വരുന്ന എപ്പോഴും ആന്നേലും എനിക്ക് ഈ കൈ വെച്ച് ചെയ്യുമ്പോഴേ ഒക്കത്തുള്ളൂ. ഇതിൻ്റെ കൺസിസ്റ്റൻസി, അതായത് അതിൻ്റെ ആ ലൂസ് എന്തോരമാണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ കലക്കി വെക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടാ ആ ഒരു അയവേ പാടുള്ളേ. അതായത് നമ്മൾ ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി നമ്മൾ അങ്ങ് കട്ടി കുറച്ച് കഴിഞ്ഞാൽ ആ ചിക്കനകത്ത് കോട്ട് ചെയ്യാൻ ഒന്നും കാണുകയില്ല. അതുകൊണ്ടാണ് ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു അയവിന് കലക്കണം. കലക്കുന്ന സമയത്ത് കട്ട കെട്ടാനും പാടില്ലേ. അഥവാ ഇപ്പം നമുക്ക് അങ്ങനെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, മാവ് കലക്കാൻ നമ്മുടെ കൈവാക്കിന് ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിക്കകത്തോട്ട് ഇട്ടേച്ചേ ഇച്ചിരി ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ആ അയവിനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. അന്നേരം കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഈ ബാറ്ററും ഇവിടെ കലക്കി ഇങ്ങനെ വെക്കുക.
അപ്പോൾ സെക്കൻഡ് ഐറ്റം നമ്പർ 2 കഴിഞ്ഞു. അതായത് ഫസ്റ്റ് നമ്മൾ ചിക്കൻ എല്ലാം പുരട്ടി വെച്ചു, സെക്കൻഡ് നമ്മൾ അതിന് മുക്കി വറുക്കാനുള്ള ബാറ്റർ പുരട്ടി ആക്കി വെച്ചു. ഇനി തേർഡ് എന്നാ ചെയ്യണമെന്ന് അറിയാം, ബ്രെഡ് ക്രംസിന് പകരം നമ്മൾ ഇപ്രാവശ്യവും മൈദയിലിട്ടാ ചെയ്യാൻ പോകുന്നത്. ഇത് മൊത്തം മൈദയാ, ഇച്ചിരി ഹെൽത്തിന് ഒരു ഇച്ചിരി പ്രശ്നമാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, നമ്മൾ വെളിയിൽ നിന്ന് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്നതിലും നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. പിന്നെ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ആട്ട, ഗോതമ്പൊടി ഏതായാലും നല്ലതാ, കുഴപ്പമില്ല. ഇതിനകത്തോട്ട് ഇച്ചിരി മൈദ ഇടുക. അന്നേച്ച് ഒരിച്ചിരി ഒരു വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് മാത്രം ഒരിച്ചിരി വെളുത്തുള്ളിയുടെ പൊടി. ഇത്രമേ ഉള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 by 1 ആയിട്ട് നമുക്കിങ്ങനെ ചൂടെണ്ണയിൽ, അതായത് നല്ല വെജിറ്റബിൾ ഓയിലാണ് നമുക്ക് വേണ്ടിയത്. ഇനിയിപ്പം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ എന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഒലീവ് ഓയിൽ വേണമെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. ഇനി ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചോട്ടെ. നിറച്ച എണ്ണ വേണം. എന്നാന്ന് വെച്ചാൽ അതായത് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ വറുക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലോണം വറുത്തെടുക്കാനുള്ളതാ. അതുകൊണ്ട് ഇച്ചിരി എണ്ണ കൂടുതൽ വേണം. അപ്പോൾ ഒലീവ് ഓയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല, ഏതായാലും ടെൻഷനില്ല. എണ്ണ നല്ല ചൂടായതിന് ശേഷം വേണം നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാനേ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം ചിക്കൻ എടുത്ത് ബാറ്ററിൽ മുക്കിയിട്ട്, ആ ചിക്കനിൽ ഫുൾ കോട്ട് ചെയ്തിട്ടുണ്ടേ, എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇതേപോലെ ഓരോന്നും നമുക്ക് ചെയ്യണം. ഇതേപോലെ ഓരോ ചിക്കനും ശരിയാക്കണേ. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന എന്നതാ, ഞാൻ ഈ 2 കൈയും കൂടെ ഇട്ട് പ്രയോഗിക്കുന്നതാണ്. അത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ചിക്കൻ ഫുൾ വറുത്തെടുത്തിട്ടുണ്ട്, ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അറിയാലോ, മൈദായും എന്നാ പറയുന്ന ആ ബാറ്ററും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള പോകുന്ന ഒരു പരുവം നമുക്ക് തന്നെ നല്ലോണം അറിയാം. അപ്പോൾ ആ ഒരു വൃത്തിയുടെ എല്ലാം മാറ്റി അടുക്കളയൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തമ്മിൽ കാണാമെന്ന് വിചാരിച്ചേ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ വറുത്തെടുത്തേക്കുന്നത്. നല്ല ക്രിസ്പി ആയിരിക്കും ഇത്. ശരിക്കും ഉണ്ടല്ലോ, ഇത് തന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ആട്ടോ. ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2 in 1 ഒക്കെ ആയിട്ട് എടുക്കാം. പിന്നെ അതല്ല, പിള്ളേർക്ക് വൈകിട്ട് ഡിന്നറായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് പറാട്ടയാണ്. പറാട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞു. ഇതെന്നാന്നറിയോ, നേരത്തെ കുഴച്ച് വെച്ചേ. ഇത് ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവണം. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് അത്രയും സോഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 മണിക്കൂർ മുന്നേലും കുഴച്ച് വയ്ക്കണം. ഇതെന്നാക്കി ഇട്ട കുഴച്ചതെന്ന് വെച്ചാൽ മൈദായ, ഉപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ ഇച്ചിരി തൈര്, ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് എണ്ണയും ഒരു ചൂട് പാലും കൂടെ ചേർത്താന്നു ഞാൻ ഈ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചേക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനെ ഇനി നമ്മൾ ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കണം. ചപ്പാത്തി കല്ലേലൊന്നും പരത്താൻ ഒക്കുകയില്ല. ഞാനിവിടെ നല്ല നീറ്റായിട്ട് തുടച്ചിട്ടേക്കുക. അതുകൊണ്ട് ഞാൻ ഈ പാതാമ്പുറത്ത് വെച്ച് പരത്തിയാലേ എനിക്കും കൈവാക്കുള്ളേ. ഹൈജീൻ ഇല്ല എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട, നല്ല അസലായിട്ട് തുടച്ചിട്ടേക്കുക. പിന്നെ ഈ പറാട്ട ഉണ്ടാക്കുമ്പോഴത്തേന് എത്ര തിന്നായിട്ട് നമുക്ക് പരത്താൻ നോക്കുമോ അത്രയും തിന്നായിട്ട് വേണം പരത്താൻ. ഇടയിൽ ഒരു ഇച്ചിരി മൈദ തൂക്കി കൊടുക്കുന്നതുകൊണ്ടൊന്നും വിഷമമൊന്നുമില്ല. നല്ലതായിട്ടൊന്ന് എന്താണ് മൈദ ചപ്പാത്തി നമ്മൾ പരത്തും തോറും അത് തിരിച്ച് നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. പരന്ന് വരാൻ ഒരു ഇച്ചിരി പ്രയാസമാണ്, നേരെ വിടും. പറാട്ട റോൾ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, ആരേലും ഒക്കെ ഉണ്ടല്ലോ ഒന്ന് കൂട്ടുപിടിച്ചോണേ. ഇച്ചിരി പരത്താനും നമുക്ക് എല്ലാം ഒന്ന് ചെയ്തു തരാനും ഒക്കെ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ നമുക്ക് കാര്യം എളുപ്പമാവും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കോ ഇനിയും ജോലി തീർന്നില്ലേ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. അതുകൊണ്ട് എന്നാന്നറിയോ, ഒരാളെ കൂട്ടുപിടിച്ചോ. പിന്നെ ആന്നേൽ
ഇതൊരു ഡിന്നറൊക്കെ ആന്നേലും നമുക്ക് ഇത് തന്നെ ധാരാളം മതിയാവുവേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ വേറെ ചപ്പാത്തിയോ അങ്ങനെ എന്നതേലും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരാൾ പരത്തിയേച്ച് ഒരാൾ ചുടാൻ നിൽക്കുവാന്നേല അന്നേരം തന്നെ ചുട്ടെടുക്കാൻ നോക്കും. ഇല്ല നമ്മൾ തന്നെ ഉള്ളെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നോ, ചപ്പാത്തി പരത്തി ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി വെജിറ്റബിൾ ഓയിലൊന്ന് ചപ്പാത്തിയുടെ മേലെ ഒന്ന് തൂത്ത് കൊടുത്തേച്ചാൽ അതിങ്ങനെ ഡ്രൈ ആവാതിരിക്കും. തവ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒത്തിരി അങ്ങ് മൊരിച്ചെടുക്കരുത്, ഒരു ഇച്ചിരിയേ മൊരിക്കാവുള്ളൂ. അവിടെ ഇവിടെ ഇങ്ങനെ ബ്രൗൺ ആയിട്ട് വരുവല്ലേ, അത്രയും മതി. ഇത് ശരിക്കും മൈദ ചപ്പാത്തിയാന്നു. ഇതിനെ ശരിക്കും വേറൊരു പേരൂടെ ഉണ്ട്, ടോട്ടീല എന്നും കൂടെ പറയും. ഇതിനകത്ത് ഇങ്ങനെ മൈദ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് നമുക്ക് ടോട്ടീല, പിൻ വീൽസ് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കാൻ നോക്കും. അത് നമുക്ക് വേറെ എപ്പിസോഡിലാട്ടോ. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ എല്ലാം കുളമാവും. മൈദ ചപ്പാത്തിക്കാന്നു ബേസിക്കലി ടോട്ടീല പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിൽ തൂത്തേച്ചാന്നു നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എണ്ണ ആണേലും മതി, ഡാൽഡ ആന്നേലും കുഴപ്പമില്ല, വെജിറ്റബിൾ ഓയിൽ ആന്നേലും കുഴപ്പമില്ല, ഏത് ആന്നേലും ചുട്ടെടുക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണയിൽ ചപ്പാത്തി ചുട്ടെടുക്കല്ല. മൈദ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എപ്പോഴും മൈദ ചപ്പാത്തി സോഫ്റ്റ് ആവുന്നത് നമ്മൾ കുഴയ്ക്കുന്നതിൻ്റെ ആ ഒരു ഇതുപോലെ ഇരിക്കുവേ. നമ്മുടെ കുഴയ്ക്കുന്ന ഒരു ഇച്ചിരി ഹാർഡായി പോയാൽ നമ്മുടെ ചപ്പാത്തി മൊത്തത്തിൽ കുഴപ്പമാവും. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്നറിയോ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആദ്യം ചേർത്ത് പുട്ട് നനയ്ക്കുന്ന പോലെ നനച്ച് വെച്ച് ഈ ചൂട് പാല് ഇച്ചിരി ആയിട്ട് ഒഴിച്ചു കൊടുത്ത് പാതാമ്പുറത്ത് ഇട്ട് വേണം തന്നെ അത് കുഴയ്ക്കാൻ. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആ മയം കിട്ടുകയില്ല. ചപ്പാത്തി എല്ലാം തന്നെ ഈ ഒരു ബ്രൗൺ കളർ ഇത്രയും മൊരിയാനേ ഒക്കെ പാടുള്ളൂ. ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് നമ്മൾ ചപ്പാത്തി മൊരിക്കുന്ന പോലെ മൊരിച്ചേക്കരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫില്ലിംഗ് ആണേ. അതിന് നമുക്ക് വേണ്ടിയ സാധനം എന്നാന്നൊക്കെ അറിയാമോ, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അത് വെക്കാം. അല്ല പിന്നെ ആന്നേല ഇപ്പം ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് ഒരു ലെറ്റ്യൂസ് ആണ്. ആ ലെറ്റസ് നമുക്ക് ഭയങ്കരമായിട്ട് അരിയണം, അതായത് ഒരു ലെങ്ത് വൈസ് അരിയണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഉള്ളി എടുത്തേച്ച് കുറച്ച് ഒണിയൻ റിങ്സ് ആയിട്ട് എടുത്തേച്ചാൽ മതി. അത് നമുക്ക് ഇതിനെ റിംഗ് ആയിട്ട് തന്നെ എടുക്കണം. അതുകൊണ്ട് ഒത്തിരി കട്ടിയില്ലാതെ അത് അരിഞ്ഞെടുക്കുക. വേറെ ഒന്നും അരിയണ്ട കേട്ടോ, ഇത്രയൊക്കെ മതി. അന്നേച്ച് ഇച്ചിരി മയോണൈസ് വേണം. മയോണൈസ് പോയിട്ട് സ്വീറ്റ് ചില്ലി സോസും വേണം. സ്വീറ്റ് ചില്ലി സോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മൾ കഴിഞ്ഞ തവണ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതായത് അതേപോലത്തെ. പിന്നെ മയോണൈസ്, അത് എഗ്ലെസ് ആവാം അല്ലെങ്കിൽ എഗ്ഗോട് കൂടി. ഇത്രയും മുഴുത്ത ലെറ്റ്യൂസ് വേണ്ട, ഒരു ഹാഫ് പോർഷൻ ടു 1/4 പോർഷൻ അത്രയും മതിയാവും. ഈ 1/4 പോർഷൻ ഇങ്ങനെ എടുത്തേച്ച് ഇതിനെ ഇതുവഴി വേണം ലെങ്ത് വൈസ് കട്ട് ചെയ്യാനേ, എന്നാലേ നമ്മുടെ ചപ്പാത്തിയിൽ ഫുള്ളായിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ലെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഫസ്റ്റ് ഒരു ചപ്പാത്തി എടുത്തേച്ച് ഒരു ചപ്പാത്തി ഫസ്റ്റ് എടുക്കുക. അതിനെ ഫസ്റ്റ് ബേസ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി മയോണൈസ് സ്പ്രെഡ് ചെയ്യുക. അതായത് നമ്മൾ ജാമൊക്കെ ബ്രെഡേ തേക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതിൻ്റെ ബേസിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് മയോണൈസ് തേക്കണം. അന്നേച്ച് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ലെറ്റസ് ഇല്ലേ അത് എടുത്തേച്ച് ഇതിൻ്റെ മേലിലാന്നു നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ. ഇതിൻ്റെ മേലിൽ
ഓണിയൻ റിങ്സ്. ഏറ്റവും കുഞ്ഞായിട്ട് അരിയുന്നത് തന്നെയാണ് കേട്ടോ അതിന് നല്ല. എല്ലെന്നുണ്ടേലല്ലേ ഉള്ളിയൊക്കെ ഒത്തിരി മുഴുത്തതാന്നേൽ നമ്മൾ ചവയ്ക്കാൻ നേരം ഒരു രസം ഉണ്ടാവുകയില്ല, അതാ പറയുന്നത്. ഇതിൻ്റെ മേലിൽ ഒരു 2-3 കുറച്ച് ലെറ്റസ് വെക്കുക. കാര്യം എന്നാന്നോ, നമ്മൾ ഇനി ഇതിൻ്റെ മേളിലാന്നു ഈ സോസും കുറച്ച് മയോണൈസും കൂടെ ഇടാൻ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി അങ്ങ് താഴോട്ട് പോകും. അന്നേച്ച് ഇതിനെ റാപ്പ് ചെയ്യാം. റാപ്പ് ചെയ്ത് ഇങ്ങനെ തന്നെ കൊടുക്കല്ല, നമ്മുടെ സിൽവർ ഫോയിൽ പേപ്പറിനകത്ത് നമ്മൾ ഇതിനെ ഫസ്റ്റ് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തിട്ട് അതിനെ നല്ല ടൈറ്റ് ആയിട്ട് റോൾ ചെയ്ത് വേണം അതിനെ പ്രസൻറ്റ് ചെയ്യാൻ. അത് ഈ പൊറാട്ട ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യം മറന്നുപോയി. ഒരുപാട് കാര്യമല്ല, ഒരൊറ്റ കാര്യം മറന്നുപോയുള്ളൂ. നമ്മൾ പറയാൻ മറന്നുപോയത് എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ ഗസ്റ്റിൻ്റെ കാര്യമാണ്. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ? നിയാസ് മുസ്ലിയാർ. ഞാൻ ഒരുപാട് ചപ്പാത്തി പരത്തി, പക്ഷെ എല്ലാം കൂടെ നമുക്കൊരു ഗസ്റ്റിന് കൊടുക്കാൻ ഒക്കുകയില്ല. ഞാനിവിടെ 3 ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ കുറേ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വെച്ച് പിള്ളേർക്ക് കൊടുക്കുവാന്നേൽ പിള്ളേർ ഇത് നല്ല അസലായിട്ട് കഴിക്കും. എന്നുവെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ അമ്മമാരോട് പറയും, അമ്മ എന്നതേലും ഒക്കെ ഉണ്ടാക്കി തരൂ, സ്പെഷ്യൽ വേണം എന്ന് പറയും. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കാം. ഹലോ, ഹൗ ആർ യു? ഞാൻ ഇപ്പൊ ഇവിടെ നിയാസിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതെ, നിയാസ് മൊത്തം അങ്ങ് മാറി. ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുക. ഈ ഒരു ഗെറ്റപ്പിൽ നിയാസിന് നമ്മളൊന്നും പ്രതീക്ഷയില്ല. ഇപ്പൊ എന്നെ ക്യാരക്ടർ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നോണ്ടാണോ? ഒരു ക്യാരക്ടർ ഈ ഒരു ഇതിൽ പ്ലാനിങ്ങിലാണ്. അപ്പം അതിന്റെ ഒരു ഇതും പിന്നെ ഒരു ചേഞ്ച്, ബിക്കോസ് ഒരു ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും നല്ലതാണ്. പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് വേണം, ഡെഫിനറ്റ്ലി വേണം. പിന്നെ ഞാൻ നിയാസിനെ പറ്റി കേട്ടേക്കുന്ന എന്നാന്നറിയാം, ഉമ്മ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതെന്നൊക്കെ ആണോ? അല്ല, ഞാൻ പൊതുവെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഉമ്മയെ ഹെൽത്ത് കോൺഷ്യസ് ആക്കിയെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, അത് തിരിച്ചുകൊണ്ട് സെയിം ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആന്നു അല്ലെ. എന്നാ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് വലിയ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊന്നും നോക്കരുത്. കുറച്ച് ന്യൂജൻ ആന്നു. ഈ നാട് ഓടുമേ നടുവേ ഓടണമെന്നൊക്കെ പറയുവല്ലേ എന്ന് പറഞ്ഞ കൂട്ടം ഞാൻ ഇച്ചിരി ഒരു ന്യൂജൻ ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി. ഇന്നിപ്പോ എന്തായാലും കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം. പൊതുവെ അല്ല, ഡോക്ടേഴ്സ് പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വീക്ക്ലി ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ നമ്മൾ പോയിട്ട് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാതെ പുറത്തു പോയി കഴിക്കണം എന്ന് പറഞ്ഞു. ബിക്കോസ് എപ്പോഴും നമ്മൾ ഒരേപോലെ കഴിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മൾ ഇപ്പോൾ സ്ഥിരം വീട്ടിൽ തന്നെ കഴിക്കേണ്ടി വരും. നമുക്ക് പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ആ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പം പെട്ടെന്ന് ചിലപ്പോൾ നമ്മളുടെ വയറ്റിനൊരു പ്രശ്നം വരാം. അപ്പോൾ ഇതിനൊക്കെ കുറച്ചൊരു ഇമ്മ്യൂൺ പവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുവെച്ചാൽ ഇപ്പം ഈ പറയുന്ന പോലെ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ദിവസവും കഴിക്കാൻ പറ്റാതെ. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരിക്കലും അതാണ് എന്റെ പ്രശ്നം. പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ പുറത്തുനിന്ന് നല്ലപ്പോഴൊക്കെ കഴിക്കണമെന്ന്. തീർച്ചയായിട്ടും ആനീസ് കിച്ചൻ തുടങ്ങിയ പിന്നെ എന്റെ പ്രേക്ഷകരോട് ചോദിക്കുക, അവരെല്ലാം ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി. അതറിയാവോ? അന്നേരം പിള്ളേരൊക്കെ ഇനിയിപ്പോ പുറത്ത് പോകണ്ടെന്ന് പറയും. അന്നേ അമ്മമാരോട് പറയും ഇങ്ങനത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തരാം. എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനം വെച്ച് ഹെൽത്തി ആയിട്ട് ഒരു ഇച്ചിരി ടേസ്റ്റി ആയിട്ടുള്ള സാധനം വിത്ത് ആനീസ് ടച്ച് അതുകൂടെ ഉണ്ട് കേട്ടോ. ഐ തിങ്ക് ഹോൾ കേരള അല്ലെ, ഹോൾ മേ ബി എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ആനിയുടെ പ്രിപ്പറേഷനിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയമുണ്ട്. അത് നല്ല കാര്യമാണ്. അത് സത്യം പറഞ്ഞുണ്ടല്ലോ, അത്രയും എനിക്ക് ഇഷ്ടമാണ്. എന്റെ ആൾക്കാർ എന്നെ അത്ര ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ. മാത്രമല്ല നമ്മളെ വീട്ടമ്മമാര് കുറച്ച് പിള്ളേർക്ക് അത്രയും ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാന്നേലും അവർ കഴിച്ചിട്ട് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ. സത്യം. ഇപ്പൊ പിള്ളേർ ഇങ്ങനെ അപ്രിസിയേറ്റ് ചെയ്യും, വിശേഷമൊക്കെ പറയും, നമ്മൾ എന്നാലും ഉണ്ടാക്കി കൊടുത്ത. പക്ഷെ നിയാസ് ഇത്രയും കൊല്ലത്തെ വിശേഷം ഞങ്ങളോട് പറയണം. ഇവിടെ നിർത്തി പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് അന്നേരം നിന്ന് കേൾക്കാൻ താല്പര്യമില്ല. നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ വേണ്ടല്ലോ അല്ലേ? ഇതിന്റെ പേരെന്നാന്നറിയാവോ? ഇതിന്റെ എന്താ പേര്? ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്, എല്ലാവർക്കും അറിയാം.
ഈ സിങ്ക ബർഗർ കഴിച്ചിട്ടില്ലേ, അതിനെ വെച്ചിട്ട് ഒരു പറാട്ട റോൾ ചെയ്തതാ. ഓക്കെ. വിത്ത് ആനി സ്ട്രെച്ച് അതുകൂടെ ഉണ്ട്. അതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതിനകത്ത് മയണൈസ് ഉണ്ട് അല്ലേ? ഓ പിന്നെ കുക്ക് ചെയ്യും. എന്നാ ചെയ്യും? ഞാൻ ഓട്സ് ഉണ്ടാക്കും രാവിലെ. വെരി ഗുഡ്, നല്ല കാര്യം. പിന്നെ ചായ ഇടും, വെരി ഗുഡ്. മുട്ട പുഴുങ്ങും. എനിക്ക് അറിയാനേ വേണം. പിന്നെന്താണ്, ഞാൻ വീട്ടിൽ ചിലപ്പോൾ ഈ ചില സമയത്തൊക്കെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഭക്ഷണം എടുത്തിട്ട് ഞാൻ ചൂടാക്കും. ഇതൊക്കെ ഒരു പാചകം. ഇതൊക്കെ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഭാര്യ എന്നാ പക്ഷെ ഭയങ്കര ഒരു ഇത് പറയാ, ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ കേട്ടോ. അല്ല ഇല്ലല്ല, എനിക്ക് കുക്കിങ്ങിനോട് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പിന്നെ ഫൈനൽ ഇയറിൽ എനിക്ക് കുക്കറി ടെസ്റ്റ് പാസ്സാവാൻ ഞാൻ അവിടെ നിന്ന് പിന്നെ കിച്ചൺ ബോയ്ക്ക് അന്ന് ഞാൻ പൈസ കൊടുത്തിട്ടാണ് അവന് ചിക്കൻ ബിരിയാണി അവൻ എൻ്റെ തൊട്ടടുത്ത് നിന്ന് പറഞ്ഞു ഇന്ന ഇട് സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ്സായത്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്, കുക്ക് ചെയ്യാൻ അറിയാമോ എന്നുള്ളത്. ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും വരും. ഇത് മാത്രമല്ല എല്ലാം വരും. അതിൽ പിന്നെ ഹൗസ് കീപ്പിംഗ് വരും, ഫ്രണ്ട് ഓഫീസ് വരും, F&B വരും, A to Z. So I was not interested in cooking. I was interested in F&B. സർവീസിൽ. ഓക്കെ. അപ്പൊ കഴിച്ചേച്ച റിസൾട്ട് പറയാൻ അറിയാം? അത് ഉറപ്പായിട്ട് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. എനിക്ക് ഓൺ ടൈമിൽ ഫുഡ് കിട്ടിയിരിക്കണം. ഇല്ലേ ഭാര്യയായിട്ട് തല്ലുണ്ടാക്കോ? ഭാര്യയൊന്നുമില്ല, എവിടെയാണോ ഫുഡ് തരേണ്ട ആൾക്കാർ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വയലന്റ് ആവും. വെരി ഗുഡ്. ഇല്ല, എനിക്ക് വിശപ്പ് ഇപ്പൊ ഇല്ല, അതൊരു കുഴപ്പമില്ല. ഞാൻ അതൊന്ന് കാണണമല്ലോ, നമുക്ക് ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഞാൻ ആക്ച്വലി വരുന്ന വഴി നന്നായിട്ട് കഴിച്ചു, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ. ആര് പറഞ്ഞു കഴിക്കാൻ? ഈ അടുക്കള അങ്ങനത്തെ അടുക്കളയല്ല. ഇവിടെ വന്ന് എല്ലാരും വർത്താനമൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ വെച്ച് ഞാൻ ഈ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഒക്കെ ഉണ്ടാക്കുന്ന സാധനം കഴിച്ചേച്ചൊക്കെ നിറവോടുകൂടിയാ എവിടെ നിന്ന് എല്ലാരും പോകുന്നത്. ഇന്ന് കഴിച്ചിട്ട് പോകുന്ന പരിപാടിയേ ഉള്ളൂ, തന്നില്ലെങ്കിലും പിടിച്ചു വാങ്ങിച്ചെങ്കിലും കഴിയും. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇത്രയും നാളുകൾക്ക് ശേഷം വർത്താനം പറയുവാണ്. എനിക്കൊന്ന് നിയാസിനെ ശരിക്കും ഫിലിമില് ആ സമയത്ത് കണ്ട ആ ഒരു പടം പാർവതി, ശരിക്കും പറഞ്ഞാൽ പാർവതിയും കൂടെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയാണ്. നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെയാ വർക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു വിവേക് എന്ന് പറയുന്ന ആ ക്യാരക്ടർ ആരും മറക്കുമല്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിയാസ് യു ക്യാൻ റെക്കഗ്നൈസ്, റിയലൈസ് ചെയ്യാൻ പറ്റും. അന്ന് കുറെ പെൺകുട്ടികൾ ഫാൻസ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അന്ന് ലെറ്റർ കാലമാണ്. എന്നൊക്കെ എത്ര ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്? പേപ്പറുകാരന് കൊടുത്താൽ കാശ് കിട്ടുമോ? അത്രയും കിട്ടുമോ? കല്യാണാലോചനയൊക്കെ വന്നിട്ടുണ്ട് ആ പ്രായത്തില്. കല്യാണം കഴിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു എന്താ പറയാ, അന്നത്തെ അവരൊക്കെ ഇപ്പൊ ആലോചിക്കുന്നത് നന്നായെന്ന്. അവരൊക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരുന്നു നന്നായെന്ന് കല്യാണം കഴിക്കായിരുന്നു. അത് ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചോദിച്ചത്. അതുകൊണ്ട് ഭാര്യ എന്ത് ചെയ്യേ? ഭാര്യ ബാംഗ്ലൂരാണ്, മാനും ബാംഗ്ലൂരുണ്ട്. അപ്പം ഞാൻ ഞാൻ എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവരിപ്പോ ബാംഗ്ലൂരുണ്ട്. കാരണം ഷീസ് ബേസിക്കലി ഫ്രം പാലക്കാട്, പക്ഷേ ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ അവർ ഫാമിലിയൊക്കെ അല്ല, ബോൺ ആൻഡ് ബ്രോഡപ്പ് അവിടെ അല്ല, ബോൺ ആൻഡ് ബ്രോഡപ്പ് എബ്രോഡാണ്. ഇപ്പം അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു മോൻ എയ്ഡൻ 5 വയസ്സായി. 5 വയസ്സ്. അപ്പം ഈ 25 വർഷത്തിനിടയ്ക്ക്, അതായത് ആ പടം ഒരിക്കലും ആരും മറക്കുകയല്ല. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് എനിക്ക് ഈ പറഞ്ഞ ലവ് അഫെയർസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും മറക്കുകയല്ല ഈ ഒരു പടവേ. അപ്പം ഈ ഒരു മാറ്റം ഉണ്ടല്ലോ നിയാസ്, ശരിക്കും യു ക്യാൻ ഫീൽ ദാറ്റ് അല്ലെ? ആ 25 ഇയേഴ്സ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പടം ചെയ്യുക, പിന്നെ അന്ന് ചെയ്തതും ഒക്കെ യു ക്യാൻ ഫീൽ സോ ഡിഫറൻസ് അല്ല? ആ ഡിഫറൻസ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് തന്നെ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കാരണം ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ നിമിഷവും ആ ഫസ്റ്റ് നമ്മുടെ പിന്നെ ആ ഒരു ഷോട്ട് എടുത്ത അന്ന് മുതൽ തുടങ്ങുന്ന ഊട്ടിയിലാണ്. ആ ഊട്ടിയിലെ തണുപ്പ് അതൊക്കെ ഇപ്പോഴും അന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു തണുപ്പ് ഇന്ന് എനിക്ക് തോന്നുന്നില്ല. യു ഡോണ്ട് ഫീൽ ലൈക്ക്, ബിക്കോസ് വെൻ യു ആർ ആ ഒരു ഏജിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അതെന്താണെങ്കിലും, നമുക്കൊരു സ്മെല്ല് കിട്ടിയാലും അങ്ങനെയാണ്, നമുക്ക് ഫുഡ് കിട്ടിയാലും നമുക്ക് ആ ഒരു ഏജിൽ, യങ് ഏജിൽ ആ സ്മെല്ല് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ഒരിക്കലും അവിടെ പോയി കഴിഞ്ഞാൽ ആ ഫീൽ ചെയ്തു. അന്നത്തെ ആ ഒരു ബിക്കോസ് ഒന്നും അറിയില്ല നമ്മൾ, യുനോ, ബിക്കോസ് യു ആർ എൻറ്ററിങ് ടു മൂവി, യു ഡോണ്ട് നോ വാട്ട് ഇസ് മൂവി, ഷൂട്ടിങ് ചെയ്യണം, എന്താ ചെയ്യണമെന്ന് അവർ പറയുന്നു. യു ആർ ലൈക്ക് ഒരു, എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു മേജർ രവിയേട്ടൻ്റെ സെറ്റിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടുമല്ല, ആശ ശരത്.
അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് അവിടെ ഷോട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ക്ഷണക്കത്തിലല്ലേ ഞാൻ പറയാം ഞാൻ കുറേ പ്രാവശ്യം സിനിമ ഞങ്ങളൊക്കെ ഒരുപാട് ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അപ്പോഴും ഞാൻ വിചാരിക്കും ഈ സിനിമയ്ക്ക് ഇത്രയും ഇമ്പാക്റ്റ് ഒരു ഓരോരുത്തരും ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞു അത് നമ്മുടെ മനസ്സിലുണ്ട് ബട്ട് സ്റ്റിൽ ഇത് നമ്മളുടെ ഉള്ളിലേക്ക് പിന്നെ തിരിച്ചു വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്ന് സംസാരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കും അപ്പോഴാണ് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് ബിക്കോസ് നമ്മൾ കൊടുക്കാത്ത വില പോലും മറ്റുള്ളവർക്ക് സിനിമയ്ക്ക് വാല്യൂ കൊടുക്കുന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞ മേജർ രവിസന്റെ സെറ്റിൽ പോയതിനകത്തിന് ക്യാരക്ടർ അല്ല ഞാൻ അവിടെ ക്യാരക്ടർ അല്ല ഞാൻ ഇപ്പം അടുത്ത് സത്വ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് ടെററിസം. അപ്പോൾ അത് ഒരു 5 minutes ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അത് ഞാൻ ലാലേട്ടനെയും രവിയേട്ടനെയും കൊണ്ട് കാണിച്ചിട്ട് റിലീസ് ഒരു ലോഞ്ച് പോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പോയി സംസാരിച്ചു, കണ്ടു കഴിഞ്ഞപ്പം ദി ലൈക്ഡ് ഇറ്റ് വെരി മച്ച്. ലാലേട്ടൻ പറഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളൂ. അങ്ങനെ അതിൻ്റെ ഒരു 3-4 days കഴിഞ്ഞിട്ട് അവരുടെ സെറ്റിൽ വെച്ചിട്ട് തന്നെ ഒരു സ്വിച്ച് ഓൺ പോലെ റിലീസ് പോലെ ഇറ്റ് ഇസ് നൗ യൂട്യൂബിലുണ്ട്. ഹീറോസ് ആണോ ഇഷ്ടം വില്ലൻ വേഷൻസ് ആണോ? സി ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഹീറോയിസം ഉണ്ട്. അത് ഏത് വലിയ വില്ലനായിട്ട് കളിക്കുന്നവനാണെങ്കിലും ആ വില്ലൻ കളിക്കുന്നത് പോലും അവൻ ഹീറോ ആയിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ടാണ്. ഒരു ഗുണ്ടായിസത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഹീ ഈസ് എ ഗുണ്ട ബട്ട് ഇൻ ഹിസ് ഹാർട്ട് ഹീ ഈസ് എ ഹീറോ അല്ലേ? അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഹീറോ എന്ന് പറയുന്നത് ആണ് ആഗ്രഹം. പക്ഷേ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു റോള് നമുക്ക് കിട്ടിയാലും നമ്മൾക്കത് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയൽ നമ്മുടെ മനസ്സിലല്ലേ. നമ്മൾ ഒരേപോലെ ചെയ്തു പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സുഖമില്ല. നമ്മൾ മാറി ആൻറ്റി ഹീറോ പിന്നെ പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരിക്കലും കമ്പാരിസൺസ് വരാൻ പാടില്ല അല്ലേ? നമ്മൾ ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ഹീറോ എന്ന് പറയുമ്പം ഒരു സന്തോഷമാണ്. അപ്പോൾ ഏത് കിട്ടിയാലും ചെയ്യുക എന്നുള്ള ഏത് കിട്ടിയാലും എന്നല്ല, ക്യാരക്ടർ നന്നായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയിൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അത് എന്നും നമ്മുടെ മനസ്സിലല്ല പ്രേക്ഷകരുടെ മനസ്സിലൊക്കെ എന്ന് നിൽക്കണം അല്ലേ? നമ്മൾ ചെയ്യുന്നത് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പം ഇതില് വിവേകിന്റെ ക്യാരക്ടർ പറയുന്ന പോലെ തന്നെ നമ്മളോടൊന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്നാ സന്തോഷം അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഇതാണ്, കോൺട്രാസ്റ്റ് ആണ്. പിന്നെ ഞാൻ ചെയ്ത ബ്ലാക്കിലെ ഞാൻ പറയാൻ വരുമായിരുന്നു അതിനകത്ത് എൻറ്റയർലി ഡിഫറെന്റ്. എക്സാക്ട്ലി. അപ്പം അതിലൊരു സന്തോഷമുണ്ട്. കാരണം എന്നെ അറ്റ് ദ സെയിം ടൈം ക്ഷണക്കത്തിൽ ഹീറോ ആയിട്ട് വന്ന് ഇഷ്ടപ്പെട്ടവർ ബ്ലാക്കിൽ ഞാൻ അങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തപ്പോഴും ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴാണ് ഒരു ആക്ടറിന് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം വരുന്നത്. അല്ല സ്ഥിരം ഒരു ഹീറോ ക്യാരക്ടർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്തു പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ലൈക്ക് ടു ഡു all type of characters at the same time that character should have that value in the movie connected to the story. അങ്ങനെ വരുമ്പോഴാണ് സിനിമയിൽ ഇപ്പോൾ ബ്ലാക്കിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ അഭിനയിക്കുമ്പം ഇത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് അല്ലെങ്കിൽ ഇത്രയും ഇമ്പാക്റ്റ് വരുമെന്ന് ഞാൻ കാരണം വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഞാനൊരു വില്ലനായിട്ട് അഭിനയിക്കുന്നു ആൻഡ് മമ്മൂക്ക ഈസ് എ ഹീറോ അല്ല. പക്ഷേ മൂവി ഇറങ്ങിയപ്പം എൻ്റെ ഈ ക്യാരക്ടർ കണക്റ്റഡ് ടു ദ സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ്. അതിലാണ് നമ്മളുടെ ഇപ്പം അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞ സ്പിരിറ്റിൽ നന്ദുവിൻ്റെ ക്യാരക്ടർ. ബിക്കോസ് സ്പിരിറ്റ് മൂവിയിൽ എന്താണ് നന്ദു ലൈക്ക് ഒരു പ്ലംബർ, പക്ഷെ മൂവിയിൽ കൊടുത്ത ഇമ്പാക്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടണം. എങ്ങനെ ഈ ക്ഷണക്കത്തിലേക്ക് കിട്ടിയ റോള്? ആക്ച്വലി രാജീവേട്ടൻ ഒരു യാത്രയിൽ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രെയിൻ യാത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നവോദയ സ്റ്റുഡിയോയിൽ എറണാകുളം നവോദയ സ്റ്റുഡിയോയിൽ വരിക, അവിടെ ഒന്ന് ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ ഒരു ഓഡിഷൻ പോലെ സംഭവം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടുന്ന് എനിക്കത് ആദ്യമായിട്ട് ഞാൻ എറണാകുളത്ത് പോകുന്ന അന്നാണെന്ന് തോന്നിട്ടോ. അന്നൊക്കെ നവോദയ എന്ന് പറഞ്ഞാൽ ഏതോ കാട്ടിൻ അകത്തൊക്കെ പോകുന്ന പോലെയാണ്. അത് ഉള്ളിലല്ല ഇപ്പോഴും അവിടെ തന്നെ, ബട്ട് അന്ന് കാക്കനാടൊന്നും സിറ്റിയല്ല. അതെ. അപ്പോൾ എനിക്കിന്ന് ഓർമ്മയുണ്ട് നമ്മളവിടുന്ന് ബസ്സൊക്കെ പിടിച്ച് അവിടെ പോകുന്ന ആ ഒരു കാലഘട്ടം. അവിടെ ചെന്നപ്പോൾ അപ്പോൾ നവോദയയുടെ ബാനറിലാണ് ഞാൻ സിനിമയിൽ വരേണ്ടത്. ആക്ച്വലി നവോദയ അപ്പച്ചൻ സാറിൻ്റെ അവരുടെ ബാനറിലായിരുന്നു സിനിമ വരായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പരിചയപ്പെട്ടത് ജിജോ സാർ, പിന്നെ അവർ 2 ബ്രദേഴ്സ് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും
രാജീവേട്ടനും ഇവരവിടെ ഉണ്ട്. ഞാൻ ചെന്നവിടെ എന്നെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് കുറച്ചൊരു സിറ്റുവേഷനൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തു. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു ഞാൻ. അപ്പോൾ അവിടെ ഓൾറെഡി ശരത്തും ബ്രദറും കമ്പോസിങ് ചെയ്യുന്നുണ്ട് ഒരു റൂമിൽ. ഇപ്പുറത്ത് കൈതപ്പുറം ചേട്ടൻ ലിറിക്സ് എഴുതുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി നേരെ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പോയി. അന്ന് ബാംഗ്ലൂർ ഞാൻ ട്രെയിനിങ് ചെയ്യുകയാണ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ലെറ്റർ വന്നു. ഞങ്ങൾ സിനിമ ഡ്രോപ്പ് ചെയ്യാണ്, പക്ഷേ രാജീവ് കുമാർ നിയാസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞൊരു ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ലെറ്റർ വന്നിരിക്കുന്നു. നേരെ ചെന്നൈയിലോട്ട് മെഡ്രാസിലോട്ട് ചെല്ലണം. മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് റോയ്പേട്ടയിൽ. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം ഞാൻ അവിടുന്ന് ഒരു ബാഗൊക്കെ എടുത്തിട്ട് നമ്മളൊരു ബാക്ക് പാക്ക് പോലൊരു സാധനം എടുത്ത് അങ്ങ് പോവാണ്. പോയി പിന്നെ അവരുടെ കൂടെ തന്നെ ആയിരുന്നു അങ്ങ്. ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യാനിരുന്ന മൂവി ഒന്ന് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സെയിം കഥ തന്നെയായിരുന്നു, സെയിം. അപ്പോൾ ഇതിന് രണ്ടിനെയും ക്യാമറാമാൻ വേണുചേട്ടനായിരുന്നു. അപ്പോൾ വേണുചേട്ടൻ ഇവിടെ വന്ന് കഥ കേൾക്കുമ്പം ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ സിമിലാരിറ്റി ഒരിക്കലും പത്മനാഭൻ സാറിൻ്റെ ഒരു പടമായിട്ട് ഇവർ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവർ കഥയും ആ പ്രോജക്റ്റ് അവർ നിർത്തി. അപ്പം തന്നെ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ ബാനറിൽ രാജീവേട്ടന് ഈ പടം രാജീവേട്ടൻ്റെ കഥ തന്നെയാണ്, രാജീവേട്ടൻ്റെ കൂട്ടുകാരൻ്റെ റിയൽ സ്റ്റോറിയാണിത്. ഇതിന്റെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ സൈന്യത്തിനകത്ത് ജോഷി സാർ വിളിച്ചേ? അല്ല, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് മെഡ്രാസിൽ പോയപ്പോൾ അന്നൊക്കെ ജോഷിയേട്ടൻ അവിടെ സെറ്റിൽഡാണ്. ഇവരൊക്കെ മമ്മൂക്ക, ജോഷിയേട്ടൻ ഇവരൊക്കെ അന്ന് മെഡ്രാസിൽ ജീവിക്കുന്ന കാലം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ എൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട് നുങ്കമ്പക്കത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെയാണ് എല്ലാവരും വരിക. ഞാൻ കസിൻസ് ഇവരൊക്കെ വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ ഗ്യാദർ ചെയ്യും. ഇവിടെ സ്ഥിരം ജോഷിയേട്ടൻ ഭയങ്കര ഫുഡിൻ്റെ ആളാണ്. അവിടെ വന്ന് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് പുള്ളിയുടെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പുള്ളി ഫാമിലിയായിട്ട് വരും വന്ന്. അപ്പോൾ എന്നെ കണ്ടോടനെ പറഞ്ഞ് എൻ്റെ അടുത്ത പടമുണ്ട് ഹൈദരാബാദ് വെച്ച ഷൂട്ടിങ്, നിനക്കതിനകത്ത് നല്ല ക്യാരക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ഓക്കെ ചേട്ടാ പറഞ്ഞിട്ട്. വേറൊരു ഇതുണ്ട്, ജോഷിയേട്ടൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ പഠിക്കുക, എൻ്റെ ജൂനിയറായിട്ട് ഹോട്ടൽ മാനേജർ പഠിക്കുകയാണ്, ശ്രീദേവി. ഇപ്പോൾ ശ്രീദേവി UK അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ശ്രീദേവി ഡ്രാഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീദേവി പോയിട്ട് ജോഷിയേട്ടൻ്റെ അടുത്ത് അപ്പോൾ ശ്രീദേവി പോയിട്ട് ജോഷിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് നല്ലൊരു ബന്ധമായിരുന്നു ഞാനും ജോഷിയേട്ടനും തമ്മിൽ ആ സമയത്ത് പറയാം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ. പക്ഷെ അത് 1 മാസമായി 2 മാസമായി 3 മാസമായി ഞാനെപ്പോഴും അപ്പോഴത്തേക്ക് എൻ്റെ കോഴ്സ് കഴിയാറായപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാൻ വെളിയിൽ ചുമ്മാ ഒന്ന് ദുബായിൽ ചുമ്മാ ഒരു വിസിറ്റ് അടിക്കാം എന്നുള്ള രീതിയിൽ എൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ട്. അത് പോയി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കസിനോട് നിന്ന് വിളിച്ച് പറയുന്നു ഇവിടെ ജോഷിയേട്ടൻ വന്നിരുന്നു, ഇവിടെ നിന്നെ തിരക്കുന്ന അടുത്ത ആഴ്ച സിനിമ തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ ഡയലമേലായി. അവിടെ ഞാൻ എത്തി, ഞാൻ ദുബായിലൊക്കെ തുടങ്ങി. പോകണോ? ഞാൻ പോവാം എന്നൊക്കെ പറയാം. അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ വെറുതെ കേട്ടാ സിനിമയാണ്, അവിടെയൊക്കെ പോയിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇവിടെ തൽക്കാലം അവിടെ നിൽക്കുന്നൊക്കെ പറയും. അങ്ങനെ അങ്ങനെ പോയി. ക്യാരക്ടറാന്ന് എനിക്കിപ്പോഴും അറിയില്ല, പക്ഷെ അതിനകത്ത് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ശരിക്കും കേട്ടോ, ജോഷി സാറിന്റെ ഒക്കെ ഒരു പടം കിട്ടാന്നൊക്കെ പറയുന്നത് നമുക്കൊരു ക്രെഡിറ്റ് തന്നെയാണ് അല്ലേ? ഞാൻ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വില്ലൻ ഇതിലോട്ട് ഞാൻ വരാൻ കാരണക്കാരൻ ജോഷിയേട്ടൻ തന്നെയാണ്. ജോഷിയേട്ടൻ അത് കഴിഞ്ഞിട്ട് എന്നെ ദുബായിൽ വെച്ച് എന്നെ കണ്ടിട്ട് പറഞ്ഞു, എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അന്ന് വരാന്നല്ല, സിനിമയിൽ നിന്ന് ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് തന്നെ എന്നെ വഴക്ക് പറഞ്ഞു. കാരണം വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അപ്പോൾ അതും ഹീറോ ആയിട്ട് കിട്ടി, നല്ലൊരു വലിയ ബാനറിൽ കിട്ടിയിട്ട് അതങ്ങനെ ചെയ്തതിൽ പുള്ളി ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞ് തിരിച്ച് വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി ദുബായ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിനായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അതിൽ ആണ് ഞാനൊരു വില്ലൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിലേക്ക് മാറിയത്. അതിനുമുമ്പ് ഇടയ്ക്കൊരു പടം ചെയ്തു, സരോവരം. JC സാറിൻ്റെ സരോവരത്തിൽ മമ്മൂക്കയുടെ ആദ്യമായിട്ട് ചെയ്യുന്ന പടം അതാണ്. എന്നിട്ട് ഞാൻ അത് ആ ഒരു സിനിമയിലൂടെയാണ് ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്ക്. അത് കഴിഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്തു തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നുള്ളത്. നാട്ടിൽ വന്നിട്ട് രഞ്ജിയേട്ടനെ ഞാൻ വളരെ ആവശ്യമായിട്ടൊരു ഹോട്ടലിൽ കാണുകയും നെക്സ്റ്റ് ഡേ രഞ്ജിയേട്ടൻ വിളിച്ചു ബ്ലാക്കിൽ ചെയ്യാൻ. എനിക്ക് എന്താ ക്യാരക്ടർ പോലും അറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ ബ്ലാക്ക് ചെയ്യുന്നത്. സോ ബ്ലാക്ക് ഹാസ് ആക്ച്വലി ഗീവൻ മീ ഒരു
ബ്രേക്ക്? എനിക്കൊന്ന് ക്ഷണക്കത്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്രേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ബ്രേക്കിൻ്റെ ഒരു കാര്യമുണ്ട്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് അന്നത്തെ കാലത്ത് അറിയാം നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. ബട്ട് സിനിമയിൽ അതൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും അങ്ങോട്ട് പോയി മുട്ടിക്കൊണ്ടിരിക്കണം. അപ്പം എനിക്ക് അതിലൊരു ഞാനൊരു വീക്കാണ്. ആൾക്കാരെ പോയി അങ്ങോട്ട് പോയി നമ്മൾ ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വിഷമം. ഈ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിഴവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? കേൾക്കുമ്പോൾ രഞ്ജിയേട്ടന്റെ പടം കേൾക്കുമ്പോൾ നമ്മൾ ക്യാരക്ടർ ചോദിക്കുന്നില്ല, അല്ലാതെ അല്ല. രഞ്ജിയേട്ടൻ്റെ പറഞ്ഞാൽ രഞ്ജിയേട്ടൻ്റെ അടുത്ത് ഞാൻ അങ്ങനെയാണ് രഞ്ജിയേട്ടൻ്റെ അന്ന് ഞാൻ സംസാരിക്കുന്നത്. അന്ന് കാണുമ്പോഴത്തേക്കും ചോദിച്ചു, എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചത്, നിങ്ങളൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചത്. ക്ഷണക്കത്ത് കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു, കുറെ നാൾ കണ്ടില്ലല്ലോ, എന്താണ്, വൈ യു ലെഫ്റ്റ്, പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ രഞ്ജേട്ടാ ഞാൻ ഒരു നല്ലൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഹീ നോസ് ഡെഫിനറ്റ്ലി ഞാൻ നല്ലൊരു എൻട്രിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. രഞ്ജേട്ടൻ അപ്പം തന്നെ പത്മകുമാർ കൂടെ ഉണ്ടായിരുന്നു, പപ്പേട്ടൻ്റെ അടുത്ത് നമ്പർ എടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ വിളിക്കുമ്പം നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു, നല്ലൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ക്യാരക്ടറിലുണ്ട്. കാരണം ഞങ്ങൾ 4 പിന്നെ വില്ലൻ ക്യാരക്ടേഴ്സാണ് അതിനകത്ത്. ഈ 4 പേരിൽ എന്നെ സെപ്പറേറ്റ് ആക്കി. എൻ്റെ വേ ഓഫ് ഡീലിംഗ് മൊത്തം സെപ്പറേറ്റ് ആയിരുന്നു. മനസ്സിലായില്ലേ? ആ ക്യാരക്ടറിന് ഒരു ബിൽഡപ്പ് കൊടുത്തു. ബിക്കോസ് അത് തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി ഒരു ഹീറോ ആയിട്ട് വന്നത് കൊണ്ടാണ് രഞ്ജിയേട്ടൻ അത്. കാരണം രഞ്ജിയേട്ടൻ ആ ഒരു ഹീറോ ആയിട്ട് വന്നൊരു ഒരാളെ നല്ല രീതിയിലൊന്ന് കൊണ്ടുവരാന്നുള്ളതുണ്ട്. അല്ലാതെ അത് എൻ്റെ കഴിവോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇറ്റ് ഈസ് ലൈക്ക് ഗോഡ്സ് ആൻഡ് ഹിസ് ബ്ലെസ്സിംഗ്. അതേപോലെ ഒരു കാര്യം ചോദിക്കണം നിയാസ്, ഞാൻ ശരിക്കും മമ്മൂക്കായുടെ കൂടെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ആക്ടിങ് ചെയ്ത സമയത്ത് എനിക്ക് ശരിക്കും ഒരു ലോസ് ആയിരുന്നു ലാൽ സാറിനോട് ചെയ്യാൻ പറ്റാഞ്ഞത്. ബട്ട് ജയറാമേട്ടൻ, മുകേഷ് ഏട്ടൻ എല്ലാവരോടും വർക്ക് ചെയ്തിട്ടുണ്ട്. നിയാസ് 2 പേരോട് വർക്ക് ചെയ്തിട്ടുണ്ട്, 2 സൂപ്പർ സ്റ്റാർസിനോടെ വർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, മമ്മൂക്കായുടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ലാൽ സാറിൻ്റെ. ശരിക്കും അവർ തമ്മിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു ബീങ് എ കോമൺ വിക്ടിം എന്താന്ന് പറയാ? അല്ല, 2 പേരും ഭയങ്കര കെയറിങ് ആണ്. അത് ഞാൻ അനുഭവിച്ചാണ്. കാരണം വെച്ചാൽ 2 പേരിൽ ഞാൻ തസ്കരയിൽ അഭിനയിക്കുമ്പോഴത്തേക്ക് മമ്മൂക്ക ശശിയുടെ അടുത്ത് വന്നിട്ട് മാഫിയ ശശിയുടെ അടുത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു, ഞാൻ എന്നെ പുറത്തിടുന്ന സീൻ. അത് ഞാൻ ഇങ്ങനെ നമുക്ക് വന്ന് വലിച്ചിടുന്ന സമയത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് വീഴണം. അതിലൊരു ചെറിയ പിഴവ് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ എവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം പുള്ളി എന്നെ ചോദിച്ചു, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എൻ്റെ മുന്നേ വെച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അവന് കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്യിക്കണം. അല്ല നാളെ അവൻ എന്തെങ്കിലും, ഞാൻ ഇപ്പോൾ പിടിച്ചിടുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ അപ്പം അപ്പം അതൊരു എക്സാമ്പിൾ. ലാലേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്നും എന്നെ കാണുമ്പോൾ ചോദിക്കും, മോനെ കാലെങ്ങനെയുണ്ട് നീക്കും. കാരണം മഹാസമുദ്ര സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ലിഗമെൻറ്റ് പൊട്ടി. ലിഗമെൻറ്റ് കൊട്ടാൻ കാരണം അന്ന് കൂടെ അവിടെ ഞങ്ങൾ വിഴിഞ്ഞത്ത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പയ്യനെ ഒരുത്തന് അഭിനയിക്കണമെന്നെന്തോ പറഞ്ഞിട്ട് ഇവനെ കൊണ്ടുവന്ന് എൻ്റെ ബാക്കിൽ നിർത്തിയിട്ട് ഇവൻ എന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വരുന്നവന് ചവിട്ടണം. ഞാനിങ്ങനെ ചവിട്ടാനായിട്ട് ഇവനെന്ത് കയറുക, അവനാണെങ്കിൽ ഈ കാലിങ്ങനെ ഇടയിൽ വെച്ചിട്ട് കാരണം നമ്മൾ ഈ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചളഞ്ഞു. അപ്പോൾ ഇത് നമ്മളറിയുന്നില്ല, ശശിയേട്ടനും അറിയുന്നില്ല, ഒന്നും അറിയില്ല. അപ്പോൾ കാലങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്, ക്യാമറ ഓൺ ആവും, അവൻ അവിടെ നിന്ന് വരും, ഞാൻ ഇവനെ പുഷ് ചെയ്യാൻ ശ്രമിക്കും, എന്നിട്ട് ചവിട്ടുക. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഞാനിങ്ങനെ കാലെടുത്തതും കാലിങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് ഫുൾ ലിഗമെൻറ്റ് പൊട്ടി ഞാൻ അവിടെ ഇരുന്ന് പോയി. അങ്ങനെ ആ കാലം വെച്ചിട്ട് ഞാൻ ബാക്കി ഫുൾ അന്നത്തെ നൈറ്റിലെ ഫുള്ള് തീർത്തു. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഷൂട്ടിലും പുള്ളി ഇങ്ങനെ പറയും, അല്ല മറ്റൊരിടത്ത് പറയും, പുള്ളിയുടെ കാല് പ്രശ്നമാണ് കേട്ടോ, അത് നോക്കിയും കണ്ട് വേണം നിങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്നൊക്കെ പറയുന്നത്. നമ്മളതിനെ ആലോചിക്കും, കാരണം ഇവർക്കൊക്കെ അത് പറയേണ്ട കാര്യമില്ല. അത് തന്നെ ഓരോ സമയത്തും പുള്ളി പറയായിരുന്നു. ഇപ്പോഴും കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ലിഗമെന്റ് ഒടിഞ്ഞ് വേദന
മുട്ട വെച്ചിട്ട് ഈ ബാറ്ററി ഇതുണ്ടായ സാധനമല്ലേ. വെരി ഗുഡ് വെരി ഗുഡ്. ഇനിയിപ്പോ പുതിയ ഏതാ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോൾ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. മെഗാമീഡിയ ജോൺ ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത മൂവി. അത് ആക്ട് ചെയ്യുന്നത് വിജയ് ബാബു, ഞാൻ, പാർവതി നായർ, കൃഷ്ണ, കുറച്ച് ക്യാരക്ടേഴ്സുകൾ. ആക്ച്വലി സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ഡ്യുവൽ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, ഫസ്റ്റ് മൂവി. ആ മൂവിയുടെ കുറച്ച് ബേസ് ചെയ്തിട്ട് അതിനെ മലയാളം ഇംഗ്ലീഷ് പോലെ എടുക്കാൻ പറ്റില്ല.